ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ ബൈബിൾ ശാസ്ത്രപരമായി മനസ്സിലാക്കിയാൽ നമ്മൾ അഭൂതപൂർവമായി രക്ഷപ്പെടുന്ന ഒരു ആധ്യാത്മിക പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. നമ്മളിവിടെ അനുവർത്തിക്കുന്ന ഉടമ്പടി മരിയൻ ഉടമ്പടിയാണ്. എൻ്റെ പ്രയോക്താവ് പരിശുദ്ധ അമ്മയാണ്. നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഇത് പ്രയോഗത്തിൽ വരുത്തുമ്പോൾ, അമ്മ മാതാവിൻ്റെ ആധ്യാത്മികതയുടെ അസ്ഥിവാരങ്ങൾ, അതിൻ്റെ ആധ്യാത്മിക ഫ്ലോ, അരൂപിയുടെ ഫ്ലോ, അത് നേച്ചർ ഓഫ് ദി ഫ്ലോ, അരൂപിയുടെ പ്രവാഹത്തിൻ്റെ ഒരു പ്രകൃതി വളരെ ശാസ്ത്രീയമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഉടമ്പടിയിൽ ഒത്തിരിയേറെ മുന്നോട്ട് പോകാൻ പറ്റും. ഫസ്റ്റ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോഴേ ഈ സെക്കൻഡിൽ കർത്താവ് എന്നോട് പറഞ്ഞതാണ്. ഇന്ന് വെളുപ്പിനെ മുതൽ ഈശോ ഒത്തിരിയേറെ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ വളരെ സൈലൻ്റ് ആയിരുന്നു അതെല്ലാം കേൾക്കാൻ വേണ്ടി. കാര്യം പ്രാർത്ഥനാ ദിവസവും അങ്ങനെയാണ്, വെളുപ്പിനെ മുതലേ സംസാരിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഈശോ ജസ്റ്റ് ഈ സെക്കൻഡിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ രണ്ടാൾക്കാരുടെ മുമ്പ് നടുക്കാൻ നിൽക്കുന്നത്, ഒന്ന് ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലും, രണ്ടാമത് മാതാവ് പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ വെർച്വൽ പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്ത് ആണ് നിൽക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഒരു 2 ലക്ഷം മനുഷ്യരോടാണ്. ഒരു ഉടമ്പടി ധ്യാനം കൂടുന്നത് 2 ലക്ഷം മനുഷ്യരാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ധ്യാനം കൂടിയത് ഇപ്പോഴും നോക്കുമ്പോൾ 1,98,000 കഴിഞ്ഞു. അത്രയും മനുഷ്യരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളീ ശുശ്രൂഷ ഒത്തിരിയേറെ ശ്രദ്ധയോടും രക്ഷപ്പെടാനുള്ള അവസാനത്തെ ഒരു സ്ഥലത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവമാണ് കൊണ്ടുവന്നിരിക്കണം എന്നുള്ള ബോധത്തിലെ ശക്തമായി സന്തോഷിച്ചത് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ ആരാധിക്കും യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. നിങ്ങൾ അങ്ങനെയൊക്കെ പാടുമ്പോൾ ഈശോക്കത് തോന്നണം. മറിച്ച് നിങ്ങളൊരു റോബോട്ടാണെന്ന് തോന്നരുത്. ഈ റോബോട്ടുകളില്ലേ, മനുഷ്യ യന്ത്രങ്ങൾ, അവരെ കൊണ്ട് നമുക്ക് പാടിക്കാൻ പറ്റും അല്ലേ? പക്ഷെ അത് ആരാധനയായിട്ട് ദൈവം കണക്കിലെടുക്കത്തില്ല. ആത്മാവും ശരീരവും മനസ്സും ബുദ്ധിയും ബോധവും സ്വയം നിർണായകമായ അവകാശങ്ങളും ഒക്കെ ഉള്ള ഒരാൾക്കാരാണ് നമ്മൾ. റോബോട്ടിന് അതില്ലല്ലോ. നമ്മളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, എല്ലാം പ്രോഗ്രാംഡാണ്. വിശ്വാസി ഒരു പ്രോഗ്രാംഡ് അല്ല, പക്ഷേ യു ആർ പ്രേയിങ് ആസ് ഇഫ് ഇറ്റ് ഈസ് പ്രോഗ്രാംഡ് ആസ് എ റോബോട്ട്. അതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രോഗ്രാംഡ് ചെയ്ത റോബോട്ടിനെ പോലെയാണ്. ഇക്കാര്യം അത് നന്മ നിറഞ്ഞ മറിയത്തിനൊക്കെ വരുന്ന ദുരന്തം അതാ. നന്മ നിറഞ്ഞ മറിയമൊക്കെ പ്രാർത്ഥിക്കുമ്പോഴേ പെട്ടെന്ന് പരിശുദ്ധ മറിയം തമ്പുരാൻ്റെ അമ്മ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ, ഇറ്റ് ഈസ് പ്രോഗ്രാംഡ്. മറിച്ച് ഓരോ പ്രാർത്ഥനയുടെയും ഓണർഷിപ്പ് അപ്പോഴപ്പോൾ നിങ്ങൾ സൈൻ ചെയ്ത് പോരണം. സൈനിങ് പ്രെയർ. നിങ്ങളൊരു പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ നിങ്ങൾ അറിയണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എന്താണ് പ്രാർത്ഥിക്കണമെന്ന് കൂടി അറിയണം. പിന്നെ ആരോടാണ് പ്രാർത്ഥിക്കണമെന്ന് അറിയണം. അപ്പോൾ അഭിഷേകം ഉണ്ടാവും. കൈതഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ആരാധന ധ്യാന നിമിഷം ഞങ്ങൾ എവിടെയായിരിക്കുന്നു, ആരോട് പ്രാർത്ഥിക്കുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് ആഴമായ അവബോധം ഉണ്ടാകണമേ.
അവബോധം ഉണ്ടാകണമേ. എൻ്റെ അന്തരംഗത്തെ ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. എൻ്റെ അന്തരംഗത്തെ ഈ നിമിഷം ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധമേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഓൺലൈനിലെ ഈ ആഴ്ചയിലെ ധ്യാനം കൂടുന്ന എല്ലാവരെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. വിശ്വാസം വളരട്ടെ, പ്രത്യാശ വളരട്ടെ, ആത്മാവിൽ നിറയട്ടെ, ശ്രദ്ധിക്കട്ടെ. വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധന യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേ നിൻ മുഖവിൽ ഹൃദയത്തിനാനന്ദമേ. കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് പറയുക, തേജസ്സേ നിൻ മുഖവിൽ ഹൃദയത്തിനാനന്ദമേ. ഒന്നുകൂടി പാടുക, കൈ നെഞ്ചത്ത് വെച്ചോണ്ട്. തേജസ്സേ നിൻ മുഖവിൽ ഹൃദയത്തിനാനന്ദമേ. Praise the Lord. Hallelujah. Hallelujah. അതായത് നമ്മൾ ചെയ്യുന്നത് മരിയൻ ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി ചെയ്യുമ്പോൾ മറ്റ് പ്രാർത്ഥന രൂപങ്ങളും ഉടമ്പടിയും തമ്മിലുള്ള ഇഫക്ട്സുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മക്കളില്ലാത്തവരെ അവർക്ക് 7 കൊല്ലമായപ്പോൾ മക്കളെ കിട്ടി. അപ്പം ഞങ്ങൾ ആ സാക്ഷി ഇവിടെ പറയിപ്പിച്ചില്ല. പ്രഭുവച്ചനാണത് നോട്ട് ചെയ്തത്. പ്രഭുവച്ചൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആൾക്കാരുടെ മക്കളുണ്ടായതൊക്കെ പറഞ്ഞൊന്ന് അച്ഛൻ വിശ്വസിക്കത്തില്ല പെട്ടെന്ന്. അച്ഛൻ ചോദിച്ച്, നിങ്ങൾ ഇവിടെ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ എന്ന് ചോദിച്ച്. അപ്പം നോക്കിയപ്പോൾ അവർ 8 സ്ഥലത്ത് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അത് മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉടമ്പടി സാക്ഷ്യമല്ല. ഉടമ്പടിയിലൂടെ ആയിരിക്കും മാതാവ് ചിലപ്പോൾ അവരെ സഹായിച്ചത്. പക്ഷേ അവർ വേറെ പല സ്ഥലത്തും ഇതുപോലെ ഓരോ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങളത് സാക്ഷ്യത്തിൻ്റെ കൂടെ പെടുത്തത്തില്ല. കാര്യം നമുക്ക് കൺഫ്യൂഷനാണ്. കാര്യം ഉടമ്പടിയും ഒരു നൊവേനയും തമ്മിലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഉടമ്പടിയും ചെയ്യും, ഇപ്പോൾ എവിടുന്നല്ല അവിടെ പോയി ഓരോ സ്ഥലങ്ങളിൽ പോയി നൊവേനയും നടത്തും. ഇങ്ങനെ കർക്ക ക്രിസ്ത്യാനിയെ ഞങ്ങളിവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം എന്താ? ഇത് ദൈവമായിട്ടൊരു ഉടമ്പടിയാണ്. ഉടമ്പടി എടുത്താൽ ഉടമ്പടി അവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അവർ മര്യാദക്ക് അതിൽ തന്നെ ഫോളോ ചെയ്ത് പോരും. കാര്യം ഇത് നെവർ എ പ്രെയർ ഫോം, ഒരു പ്രാർത്ഥനാ ഫോം അല്ല ഇത്. ഇതെന്താണ്? ദൈവം ഒരു കക്ഷി, നീ ഒരു കക്ഷി, അല്ലേ? ദൈവവും നീയും തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ് ഉടമ്പടി. ആ ഉടമ്പടി വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഓരോരോ തീർത്ഥാടന സ്ഥലത്തൊക്കെ പോയി ഓരോരോ പരിപാടി ചെയ്ത് വെക്കത്തില്ല. അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു ഫിഡലിറ്റിയുടെ വിഷയമാണിത്, വിശ്വസ്തതയുടെ. ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ പിന്നെ നിങ്ങൾക്ക് സംശയമുണ്ട്, അതിലെന്താ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി അന്തോനീസിൻ്റെ അടുത്തും പോവും, യൂദാസിൻ്റെ അടുത്തും പോവും. എവിടെയെല്ലാം പോയി തൊട്ട് നക്കാം അവിടെയൊക്കെ തൊട്ട് നക്കി. ഈ തൊട്ട് നക്കി നടക്കുന്ന കക്ഷികൾ ദയവായിട്ട് ഉടമ്പടി ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ കാര്യത്തിൽ നിങ്ങൾക്ക് ഉടമ്പടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഉടമ്പടി നിങ്ങൾ ഓർക്കണം, അതുപോലെ ഒരു പ്രാർത്ഥനാ രൂപമാണ്. ഇറ്റ്സ് നോട്ട് എ പ്രെയർ ഫോം അറ്റ് ഓൾ. എന്താ കാര്യം? ഇതൊരു പ്രാർത്ഥനാ രൂപമല്ല. ഇതെന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ്. പദ്ധതി ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച പ്രാർത്ഥനാ രൂപമല്ല ഇത്. ഇതിൻ്റെ പ്രൈമറി ഇനിഷ്യേറ്റീവ് ആരാണ്? ഉടമ്പടിയുടെ പ്രൈമറി ഇനിഷ്യേറ്റീവ്, പ്രാഥമിക പ്രയോക്താവ് ആരാണത്? ദൈവമല്ലേ? എവിടെയെല്ലാം ഉടമ്പടി തുടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവമാണ് മുൻകൈ എടുത്തിരിക്കുന്നത്. ദൈവം മുൻകൈ എടുത്ത വേറെ ഒരു പ്രാർത്ഥനയുള്ള കുർബാന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അതൊരു ഉടമ്പടിയാണ്. ദൈവം മുൻകൈ എടുത്ത് ചെയ്ത ഈ മരിയൻ ഉടമ്പടിയല്ല, അത് വേറെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണത്? അത് പരിശുദ്ധ കുർബാനയാണ്. അതൊരു ഉടമ്പടിയാണ്. അത് നിത്യതയെ ബാധിക്കുന്ന ഉടമ്പടിയാണ്. മരിയൻ ഉടമ്പടി
ഭൗതികമായ വിഷയങ്ങളെ കൂടുതൽ ഉന്നമനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു പ്രാർത്ഥനയാണ്. പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചത് ഭൗതികമായ ഉന്നമനത്തെ അല്ല അത് ഫോക്കസ് ചെയ്യണത്. പിന്നെന്താണ്? നിത്യതയാണ് ഫോക്കസ് ചെയ്യണത്. തമ്മിൽ മനസ്സിലാക്കണം. പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു എന്ന് ഞാൻ എപ്പോഴും പറയും. അതുപോലല്ല ഈ അപ്പം. അപ്പം ഭൗതികമല്ല എന്നർത്ഥം ഉറപ്പല്ലേ? കുർബാന ഭൗതികമല്ലെന്ന് ഉറപ്പല്ലേ? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ അല്ല ഈ അപ്പം. റീഡ് ദ വേഴ്സുകൾ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്നേഹമേ ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ഓൺലൈനിൽ തന്ന വാക്കായത് കൊണ്ട് എനിക്ക് വാക്ക് കിട്ടാഞ്ഞത്. അതാണ് വായിക്കാൻ പറഞ്ഞത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത കുർബാനയുടെ ഒരു വാക്കാണിത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 49 തിരുവചനം. റീഡ് ഇറ്റ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും പ്രൈസലാണ്. അതായത് എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയെ നമ്മൾ IELTS പാസ്സാക്കാനും വസ്തു വയ്ക്കാനും ഒക്കെ ദുർവിനിയോഗം ചെയ്യരുതെന്ന സൂചനയാണ്. അത് നടക്കത്തില്ല എന്നല്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ റഷ് ചെയ്യുമ്പോൾ കുർബാനയെ അനുദിന ജീവിതത്തിന് വേണ്ടി മാത്രം കുർബാനയെ റഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം, കുർബാനയുടെ അൾട്ടിമേറ്റ് എയിം യു വിൽ മിസ് ഇറ്റ്. കുർബാനയുടെ ഉദ്ദേശം എന്താണ്? നിത്യതയാണ്. ഇപ്പം അത് ഉടമ്പടിയാണ്. ഉടമ്പടി എപ്പോഴും വരണത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉടമ്പടി നമ്മൾ ചെയ്യണത്. ഉടമ്പടി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ ഷിക്കാഗോയിൽ നിന്ന്, ഇപ്പോൾ ആലപ്പുഴക്കാരുതിയാണ്, അവർ ഷിക്കാഗോയിൽ നേഴ്സാണ്. അവർ ഇന്നലെ ഒരു സാക്ഷി ഇവിടെ പറഞ്ഞിരുന്നു, മഞ്ജു ഫ്രാങ്ക്ലിൻ. അവർ പറയണത് ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന്. ഞാൻ ആകപ്പാട് ശരിക്കും ഞെട്ടിപ്പോയി. എല്ലാവരും മക്കളെ കിട്ടി, ജോലി കിട്ടി എന്നൊക്കെയാണ് പറയണത്. മക്കളെ കിട്ടി, ജോലി കിട്ടി, കടങ്ങൾ മാറി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞത് മേരി പാല, അവർക്ക് 3 കോടി രൂപ കടവാണ്. 3 കോടി രൂപ കടവാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു പിടിയില്ല. ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഇപ്പോഴും എമർജൻസി കേസെല്ലാം എടുക്കുന്നുണ്ടല്ലോ. എമർജൻസി ആയാൽ മതി, അതിന് രേഖ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ നിങ്ങളെ വിളിച്ച് സംസാരിക്കും. പണ്ടങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പണ്ട് ഉടമ്പടി 3 പുതുക്കിയിട്ട് ഉടമ്പടി തന്നെയാണ് അവർ നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ അവരെ വിളിക്കത്തുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഉടമ്പടി ഇന്നാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്, പക്ഷേ വിഷയം നിങ്ങളുടേത് ഭയങ്കര ഗൗരവമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ അപ്പം വിളിപ്പിക്കും. പക്ഷേ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കരുതിയേക്കണം. കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, എന്ത് ഡ്രാസ്റ്റിക് കണ്ടീഷനാണ് നിങ്ങൾ പോകുന്നത്, അതിൻ്റെ ഡോക്യുമെൻ്റ് കരുതണം. ആ ഡോക്യുമെൻ്റ് ഓഫീസിൽ കാണിച്ചാൽ പിന്നെ തർക്കിക്കേണ്ട, വിശദീകരിക്കേണ്ട, കരയേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർ കരഞ്ഞൊക്കെ പറയും. അങ്ങനെ കരേണ്ട ആവശ്യമില്ല. എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ കരയേണ്ടത്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻ്റ് കാണിക്കുക. ഇത് ജപ്തി നടപടി ഇതാണ് അടുത്ത ആഴ്ച ഓപ്പറേഷനാണ്, മറ്റൊന്നാൾ സ്കാനിങ് ആണ്. മറ്റൊന്നാൾ സ്കാനിങ് ആണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒറ്റ പ്രാർത്ഥന കഴിയുമ്പോൾ സ്കാൻ കാണത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷി ഉണ്ടായത്, അവരുടെ സാക്ഷി നെയ്യാറ്റിൻകര റീന എന്നായിരുന്നു പറഞ്ഞു. അവരുടെ ഭർത്താവ് ഇങ്ങനെ ചെരിഞ്ഞ് പോകും. പെട്ടെന്ന് സംഭവിക്കണം, ചെരിഞ്ഞ് പോകും. അപ്പോൾ ഇവരെ കൊണ്ട് CT സ്കാൻ ചെയ്തപ്പോൾ ഇവരുടെ ബ്രെയിൻ്റെ അകത്തൊരു മുഴ സിസ്റ്റം വളർന്നു വരികയും അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരലൈസ് ആവും. അപ്പോൾ റിസ്ക്കിയാണ്. എത്ര നാളിങ്ങനെ കിടക്കുമെന്ന് അറിയത്തില്ല. ഈ ഇതുപോലെയൊക്കെ വെൻറ്റിലേറ്ററിലൊക്കെ കിടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര പേടി, സങ്കടമൊക്കെ ആയി.
കാര്യം 10-8 ലക്ഷമൊക്കെ രൂപ മുടക്കിയാലേ ആളെ കിട്ടിയാൽ എങ്ങനെ എത്ര കാലം കഴിയുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റും? ഇന്ന് ജോലിക്ക് പോകാൻ തന്നെ പറ്റുമോ? അവരുടെ മനസ്സിൽ ഒന്ന് കണ്ടുകൊണ്ടിരുന്നാലെങ്കിലും മതി, ഭർത്താവേ ആളെ ജോലിക്ക് പോയില്ലെങ്കിൽ ഒന്ന് കണ്ടുകൊണ്ടിരുന്നാലെങ്കിലും മതി എന്ന രീതിയിൽ ആ അവസ്ഥയിലേക്ക് വരുന്നതാണ്. പക്ഷേ ഒറ്റ പ്രെയർ കൊണ്ട് 2 CT സ്കാൻ കാണുമ്പോൾ ആ മുഴ അവിടെ ഉണ്ട്. അങ്ങനെ ഓപ്പറേഷൻ ഡേറ്റ് നിശ്ചയിച്ചു. പക്ഷേ ഉടമ്പടി എടുത്ത് ഒരു പ്രെയർ കയ്യൊപ്പ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നീട് പോയി ഓപ്പറേഷന് മുമ്പ് MRI എടുക്കുമ്പോൾ ആ സിസ്റ്റം അവിടെ ഇല്ല. ഇത്രയും സ്പീഡായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ആ സാക്ഷി കിടക്കുന്നുണ്ട്, വായിച്ചു നോക്ക്. റീന അവർ നെയ്യാറ്റിൻകര എന്നുള്ള സാക്ഷിയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ മേരി ചേച്ചി ഈ മാസം തന്നെ സാക്ഷ്യം പറഞ്ഞ ആളാണ്. ഏത് മാസം? ഇത് ജൂൺ മാസം. അപ്പോൾ ഈ ജൂൺ മാസത്തിൽ തന്നെയാണ് മേരി ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. അവർക്ക് 3 കോടി കടവാണ്. 3 കോടി കടമെന്ന് വെച്ചാൽ ഏത് കാലത്ത് കൊടുത്തും എങ്ങനെ കൊടുക്കും ഒരു പിടിയില്ല. കാര്യം ഇവർ ഹോസ്റ്റൽ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. കുറേ ബെഡുകളൊക്കെ ഉള്ള ഹോസ്റ്റലാണ്. പക്ഷേ ഈ കൊറോണ വന്നതോടുകൂടിയേ കുറേ ആൾക്കാരെ കൊണ്ടുപോയി, കുറേ ജീവിതം കൊണ്ടുപോയി. ശരിക്കും അതുപോലെ കൊണ്ടുപോയ ഒരാളാണ്. ഇത് കഴിഞ്ഞപ്പോൾ കടത്തുമേൽ കടവും അതിൻ്റെ പലിശയും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവർക്ക് ഭ്രാന്ത് പിടിക്കണ പോലെയാണ്. പക്ഷെ അവരെ പെട്ടെന്ന് ഞാൻ വിളിച്ചു, ഉടമ്പടി പുതുക്കിയ ഉടനെ കണ്ടു. അപ്പോൾ ഞാൻ ചേച്ചി ചോദിച്ചത്, ചേച്ചി എന്താണ് ചേച്ചി ഉദ്ദേശിക്കണത്? ഇപ്പോൾ സ്ഥലമൊക്കെ വിൽക്കാനുണ്ട്, പക്ഷേ വിൽക്കാൻ പറ്റണില്ല. ഇപ്പോഴും വിൽപ്പന കുറവാണല്ലോ, പണ്ടത്തെ പോലെ ഒരു ഓട്ടം ഇല്ല. കാര്യം മോഡി ചേട്ടൻ കയറി ക്ലിക്കിന് പിടിക്കണ കാരണമേ ആൾക്കാർക്ക് എവിടെയെങ്കിലും ED വരെ ഉണ്ട്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണവർ ആരാണ് സ്ഥലം കൂടുതൽ വാങ്ങിക്കണത്, അവിടെ സോഴ്സ് ഉടനെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക് സെൻഡിങ് ആണ് ഡൽഹിയിലോട്ട്, ED ഓഫീസിലോട്ട്. അതായത് ഇപ്പോൾ ജെനുവിൻ സോഴ്സ് അല്ലെങ്കിൽ, ഇനി അതാണെങ്കിൽ പോലും ഗവൺമെൻറ് പറയും നിങ്ങൾ സ്ഥലം വിറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന് പകരം വേറെ സ്ഥലം വാങ്ങിക്കാൻ പറയും. വിറ്റ ആൾക്കാർ തന്നെ വാങ്ങിക്കാൻ പറയും, കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ പറയും. 2 സ്ഥലത്തേക്കും. ഇക്കണോമി നാഷണൽ ബേസ്ഡ് കൺട്രോൾഡാണ് ശരിക്കും. അത് നിങ്ങളുടെ പഴയ ഇക്കോണമി പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മളതിൻ്റെ അകത്ത് ഗുണവും ദോഷം പറയുകയല്ല, നാഷണൽ ബേസ്ഡ് ഇക്കോണമി കൺട്രോൾഡാണ്. അത് പണ്ടത്തെ കുത്തഴിഞ്ഞൊരു പോക്കും ഇപ്പോഴത്തെ നോക്കുമ്പോൾ മനസ്സിലാകും നമുക്കത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടുകൂടി എല്ലാം ബ്ലോക്കുണ്ട്. ശരിക്കും കുറേ ആൾക്കാർ കുരുങ്ങിയിട്ടുണ്ട്, അത് സത്യമായ കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് വരുന്നത് ഈ ചെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ല. മറ്റൊക്കെ ഇങ്ങനെ കച്ചവടം മാറി ആരും എടുക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വാൻസ് കൊടുത്ത് കളിക്കല്ലേ. പ്രമാണം എഴുതത്തില്ല, അഡ്വാൻസ് കൊടുത്ത് ആൾക്കാരിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. ഭൂമി അവിടെ കിടക്കും. ഒരു കാലത്ത് ഡോക്യുമെൻറ്റേഷൻ നടക്കത്തില്ല, കാശ് മാത്രം കൈമാറിക്കൊണ്ടിരിക്കും. ഗവൺമെൻറ് 5 പൈസ കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്, ഈ രീതിയിലേക്ക് ആയിപ്പോയത്. അപ്പോൾ ഞാൻ ചേച്ചി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അത് വിറ്റ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇത് ഹോസ്റ്റൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, വിറ്റ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും അറിയാൻ പാടില്ല, അച്ഛൻ പറയും. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോഴൊക്കെ പരിശുദ്ധാത്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിറ്റ് കളയണം എന്നാണ് പറയണത്. അപ്പോൾ ഞാനൊരു കാശ്വരം എടുത്തിട്ട് ഈശോ എടുത്ത് വെച്ച് അമ്മയെടുത്ത് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ ഇത് വിറ്റ് കളയണം. ഈ കാര്യം എന്താ വെച്ചാൽ ഇവരുടെ പ്രായം ഇത്തിരി മോശമാണ്. ഇവർ ജോലി എടുക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഈ ബുദ്ധിയോടും ശക്തിയോടും കൂടിയൊക്കെ എല്ലായിടത്തും നമുക്കൊരു 10 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം ഓട്ടം ഓടണം, എന്തുമാത്രം യാത്ര ചെയ്യണം, എന്തുമാത്രം ഓർമ്മ വേണം, എന്തുമാത്രം കാര്യങ്ങൾ യൂത്ത് അല്ലെങ്കിൽ ഒരു 40-45 വയസ്സ് വരെയൊക്കെ ഫ്ലോ ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. ഒരു ബ്ലോക്ക് വന്നിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പം എൻ്റെ മനസ്സിൽ പറഞ്ഞത് ചേച്ചിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി നല്ലത് വിറ്റ് കളയാണ് നല്ലതെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അത് വിറ്റ് കളയട്ടെ, അല്ലെങ്കിൽ ആ എടുത്ത് ജീവിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2-3 കൊല്ലം ഇത് വിൽക്കാതെ ഇരുന്ന സാധനം ആ കാശ്വരം കൊണ്ട് വിശ്വാസ പ്രമാണം ചെറിയ പ്ലേസ് ചെയ്ത് 2 ആഴ്ചക്കുള്ളിൽ അത് വിറ്റ് മാറുക തന്നെയല്ല, വീട് സ്ഥലവും ഹോസ്റ്റലും മൊത്തം വിറ്റിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്, കടങ്ങളെല്ലാം മാറിയിട്ട് പുതിയൊരു വീട് ആ വാർഡിൽ തന്നെ മേടിക്കണം. ആ വാർഡിൽ തന്നെ, നാട്ടിൽ നിന്ന് പോകുന്നില്ല, ആ വാർഡിൽ തന്നെ പുതിയൊരു വീട് സ്ഥലം മേടിച്ച് കടവും പരിഹരിച്ച്, ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടന്ന സംഭവമായിട്ട് നോക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിലെന്ന് വേണേൽ പറയാം. അത്രയും സ്പീഡാണ് ഉടമ്പടിയുടെ ഒരു രീതി. അതാണ്. ഇതൊരു നൊവേന പ്രാർത്ഥനയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രാർത്ഥനയോ അല്ല, ഇതൊരു പദ്ധതിയാണ്.
ഇതിനകത്ത് വരുന്ന ഒരു കക്ഷി ദൈവമാണ്, കക്ഷിയാണിത് വരണത്. അല്ലാതെ നമ്മളിങ്ങനെ സിംഗിൾ എഡ്ജായിട്ട് പ്രാർത്ഥിച്ച് വിടുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ അല്ല. നമുക്ക് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗംഭീരമാണ്. ഗംഭീരത്തിൻ്റെ മേജറായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ മേജർ മല ഇങ്ങനെ ചിറക് വെച്ച് പറന്നു പോണ പോലെയൊക്കെ നമുക്ക് തോന്നും. മലയാണ് ഇരിക്കണത്, പക്ഷേ സാധനപ്പത്തിന് ചിറക് പിടിപ്പിച്ചിട്ട് ഈ സാധനം ലിഫ്റ്റ് ചെയ്ത് പോകണ പോലെ തോന്നും. അത്രയ്ക്ക് പെട്ടെന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഉടമ്പടിയുടെ കാര്യം ഇത് ഒരു വശത്ത് നിൽക്കുന്ന ദൈവമായത് കൊണ്ടാണ്. മാതാവിനെ പരിശുദ്ധാത്മാവ് നൽകിയ മാതാവിനെ നമ്മൾ കുറേ പേര് വെക്ക് പറഞ്ഞു വിളിക്കത്തില്ലേ, എല്ലാം സത്യമായ പേരുകളാണ്. ഒരു പേരെന്താണ്? ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. അതാണ് ഇത് ഇടിവെട്ട് സാധനം. ബോധജ്ഞാനം എന്ന് വെച്ചാൽ നിൻ്റെ കുടുംബം, നിൻ്റെ കുഞ്ഞുങ്ങൾ, നിൻ്റെ ഭാവി എല്ലാം രക്ഷപ്പെടുത്താനുള്ള ബോധജ്ഞാനം ഇവർക്കുണ്ട്. ഇവിടെ ബോധജ്ഞാനം ഉണ്ടാകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ബോധജ്ഞാനം എല്ലാവർക്കും ഉണ്ട്, അതിനൊരു സംശയമില്ല. പക്ഷെ ബോധജ്ഞാനം ഉണ്ടാകുന്നതിനേക്കാളുപരി ഈ ബോധജ്ഞാനം പ്രവർത്തിക്കാനുള്ള ഒരു ഫോർമാറ്റില്ലേ, അവിടെയാണ് മേരി നമ്മളൊക്കെ ഒന്ന് വ്യത്യസ്തയാകണത്. അതുകൊണ്ട് ഇപ്പോൾ അമ്മയെ കാണുമ്പോൾ എന്താ മാലാഖ പറഞ്ഞത്? അമ്മയെ കാണുമ്പോഴേ മാലാഖ എന്താ പറഞ്ഞത്? കമൻറ്റ് ചെയ്യണേ എന്താ? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അതാണ് ഇപ്പം ലുക്ക 1:28 ഇടിവെട്ട് വചനമാണ്. ലുക്ക 1:28 ഒന്ന് പറഞ്ഞ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അത് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് ഫസ്റ്റ് സല്യൂട്ടേഷനാണ്, കർത്താവ് നിന്നോട് കൂടെ എന്നുള്ളത്. ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇത് വളരെ, അതായത് രണ്ട് കാര്യങ്ങൾ. ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന, ഇപ്പോൾ പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രിക്ക് മുമ്പുള്ള അവസ്ഥയല്ലേ. ഡിഗ്രിക്ക് മുമ്പുള്ള BA-ക്ക് മുമ്പ് അല്ലെങ്കിൽ BSc-ക്ക് മുമ്പാണ് പ്രീ ഡിഗ്രി ആയിട്ട് വരാൻ. ഡിഗ്രിക്ക് മുമ്പുള്ള ഒരു പഠനമാണ്. ഇതുപോലെ ഉടമ്പടിക്ക് മുമ്പുള്ള ഒരു പ്രീ സ്റ്റേറ്റ് ഉണ്ട്. അതെന്താണ്? അത് പ്രസാദാത്മകമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുമ്പസാരിച്ചിട്ട് നിങ്ങൾ ഉടമ്പടി തുടങ്ങണമെന്നൊക്കെ കത്തോലിക്കരോട് പറയണത്. ചില ആൾക്കാർക്ക് കുമ്പസാരിക്കാതെ തന്നെ അങ്ങോട്ട് തുടങ്ങും. മനസ്സിലായില്ല? ഞങ്ങൾ പറയുന്നത് പ്രീ സ്റ്റേറ്റ് ഉണ്ടാണ് ഇതിന്. അതായത് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു പ്രീ സ്റ്റേറ്റ് വേണം. എന്താണ്? അത് പ്രസാദകരമായ ഒരവസ്ഥയാണ്. പാപങ്ങളെക്കുറിച്ചൊക്കെ പശ്ചാത്തപിച്ചു, മേലിൽ പാപം ചെയ്യില്ല എന്നൊക്കെ തീരുമാനിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ദൈവ പദ്ധതി നടപ്പിൽ വരുത്താനും ഒരു ദൈവ പൈതലായിട്ട് നീ അങ്ങോട്ട് ഒരുങ്ങുകയാണ്. ആ ഒരുക്കം ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കേണ്ടതാണ്. അമ്മയ്ക്ക് ആ ഒരുക്കം ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാലാഖ വന്നിട്ട് പറയണത് എന്താണ്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. പിന്നെ എന്താണ്? കർത്താവ് നിന്നോട്. പ്രസൻസ്, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയണത് നമ്മൾ അമ്മയെ വിളിക്കണ ഒരു വേറൊരു പേരാണ്. എന്താണ്? വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിക്കണ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടം എന്നാണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. അതുപോലെ തന്നെ വിളിക്കുന്ന പേരാണ് വാഗ്ദാന പേടകമേ. വാഗ്ദാന പേടകത്തിൽ എന്താ ഉള്ളത്? പഴയ വാഗ്ദാനങ്ങളുടെ ഒരു പേടകമാണ്. മറിയം ആരാണെന്നാണ് പറയണത്? വാഗ്ദാനങ്ങളുടെ ഒരു പെട്ടി, പേടകമാണ്. വാഗ്ദാനങ്ങളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു മനുഷ്യനെ അവൻ്റെ ഫിസിക്കാലിറ്റിയും സ്പിരിച്വാലിറ്റിയും അവൻ്റെ ഈ ഇറ്റേണിറ്റി, അവൻ്റെ ടെമ്പറലായിട്ടുള്ള ഭൗതികമായ ജീവിതവും അവൻ്റെ നിത്യജീവിതവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സൊല്യൂഷനാണ് വാഗ്ദാനമെന്ന് പറയണത്. പിടിയിടിയ വാഗ്ദാനമെന്ന് പറയണത് ദൈവം തരുന്ന ദേശത്ത് പെറ്റുപെരുകി വിശ്വസ്തയോടെ അഭിവൃദ്ധിയോട് ജീവിക്കാനുള്ള ആധ്യാത്മികവും ഭൗതികവുമായ സംവിധാനത്തിനാണ് ഉടമ്പടി എന്ന് പറയണത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് പറയും. എന്താണ്? ശാരീരികമായ ചില മതങ്ങളിലൊക്കെ ശാരീരികമായ കുറേ എക്സർസൈസൊക്കെ ഇല്ലേ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയും ഇതൊക്കെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇല്ലെന്നൊന്നും ബൈബിൾ പറയത്തില്ല. ഒരു ഫിസിക്കൽ എക്സർസൈസ് എന്ന രീതി ബൈബിളിൽ ഇതുകൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. 1 തിമോത്തി 4 ഒന്ന് വായിച്ചോളൂ. ശാരീരികമായ പരിശീലനം കൊണ്ട് ഏറ്റു പറയുക. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. ക്ലിയർ. അതായത് നോക്കിയേ, അതായത് ശാരീരിക, അപ്പം ചില പ്രാർത്ഥനാ രീതികളൊക്കെ കാണുമ്പോൾ അത് ശാരീരികമായ പ്രയോജനം രീതികൾ കൊണ്ട്, ആ രീതി കൊണ്ട് ശാരീരികമായ കുറച്ച് പ്രയോജനമുണ്ട്. അത് തെറ്റല്ല, ശരിയായ കാര്യമാണ്. മനുഷ്യൻ്റെ ഭൗതികമായ എക്സസൈസും അതുപോലെ തന്നെയുള്ള അതിൻ്റെ ആയുസ്സൊക്കെ ആയിട്ട് കുറേയധികം ബന്ധമുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ ഇതിനെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. വചനത്തിൻ്റെ റൂട്ട് അതാണ്.
എന്നാൽ ഇത് ആത്മീയതയല്ല, അത് എക്സർസൈസ് ആണെന്നാണ് പറയണത്. എക്സർസൈസ് ആർക്ക് വേണം ചെയ്യാമല്ലോ. എന്നാൽ അടുത്ത വായിച്ചേ. ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. ഒന്ന് ഏറ്റു പറഞ്ഞേ. എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ്. 1 തിമോത്തി 4:8. അടുത്ത വചനം വായിക്കുക. എന്തുകൊണ്ടെന്നാൽ അത് ഏറ്റു പറയുക. അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് വരുന്ന വിഷയം കണ്ട 1 തിമോത്തി 4:8 ശാരീരികമായ എക്സസൈസുകളുണ്ട്, കുറച്ച് ഗുണങ്ങളുണ്ട്. അത് ശാരീരികമായ ഫിസിക്കലായിട്ടുള്ള ആനുകൂല്യങ്ങളാണ്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് സ്പിരിച്വാലിറ്റി. അവിടെയാണ് പ്രശ്നം തന്നെ. അത് ആത്മീയതയല്ല, ഗോൾഡിനെസ് അല്ല. പിന്നെ എന്താണ് ഗോൾഡിനെസ് എന്ന് പറയണത്? ആധ്യാത്മികത എന്ന് പറയണത് എന്താണ്? ആധ്യാത്മികത ഇതിനേക്കാൾ ഉന്നതമാണ്. അപ്പോഴെന്താ സംഭവിച്ചാൽ ഈ ജീവിതത്തിനാണെങ്കിലും വരാനിരിക്കുന്ന ജീവിതത്തിനാണെങ്കിലും ഇതിൻ്റെ മേൽഗതിക്ക് വേണ്ടത് എന്താണ്? വാഗ്ദാനമാണ്. ഇവിടുത്തെ പോയിന്റ് പിടിക്കുക. ഈ ജീവിതത്തിന് വേണ്ടി ആണെങ്കിലും വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടിയാണെങ്കിലും നമുക്ക് വേണ്ടത് എന്താണ്? വാഗ്ദാനങ്ങളാണ്. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാഗ്ദാനമാണ് ഉടമ്പടിയിലൂടെ കരഗതമാകുന്നത്. ഇതാണ് ഇതിനകത്ത് വരുന്ന വിഷയം. ഉടമ്പടിക്ക് നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? ഈശോമിശിഹാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അപ്പോൾ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ യോഗ്യരാകാൻ വേണ്ടി ദൈവം മാധ്യസ്ഥയായി വെച്ചിരിക്കുന്നത് പരിശുദ്ധ ആയിരിക്കുന്നത് ഈ കാനായിലെ കല്യാണത്തിലെ ആശയ പരിസരത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പുതിയ ദൈവത്തിൻ്റെ വെളിപാടാണ്. എന്ന് വെച്ചാൽ ഈ ജീവിതം മാത്രമല്ല, ആധ്യാത്മികതയിലുള്ള എന്താണ്? വരാനിരിക്കുന്ന ജീവിതമുണ്ട്. ഈ ജീവിതം 2 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ഉള്ളത്. എന്താണ്? ഈ ജീവിതവും വരാനിരിക്കുന്ന ജീവിതവും. ഇത് രണ്ടിനും എന്താ വേണ്ടത്? വാഗ്ദാനമാണ് വേണ്ടത്. ഈ 2 വാഗ്ദാനം എവിടെയുണ്ട്? ആത്മീയത. ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആധ്യാത്മികതയിലുണ്ട്. അതുകൊണ്ട് ഓരോ വിഷയം ഇപ്പം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. കാനായിലെ കല്യാണത്തിൽ എന്താ സംഭവിക്കുന്നത്? കാനായിലെ കല്യാണത്തിൽ സംഭവിക്കുന്നത് അവർക്ക് വീഞ്ഞ് തീർന്നു പോകുന്നു. അതാണ് സംഭവം. വീഞ്ഞ് തീർന്നു പോകുന്ന അമ്മ ഇവിടെ വിജയിക്കണം. എന്താ സംഭവം എന്നറിയാവോ? പെട്ടെന്ന് ഈ വിഷയത്തെ ദൈവ തിരുസേനയിലേക്ക് ഉയർത്താൻ വിത്തിൻ നോ ടൈം, ഒരു സെക്കൻഡ് തോട്ടില്ലാതെ പ്രൈമറി ലൈറ്റ്നിങ് റഷിങ് വന്നതാണ് ഇതിൻ്റെ വിജയമെന്ന് പറയണത്. ഇത് പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടുത്ത് വരുന്നത് എപ്പോഴാണ്? ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടറെ കണ്ട് അവിടെ നിന്നൊക്കെ തള്ളി വീടിന് കടം വന്ന് അതിന് ലോണൊക്കെ എടുക്കാൻ നോക്കി ബാങ്കുകാരെ തള്ളി മൊത്തം തള്ളം മേടിച്ച് കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ അടുത്ത് വരുന്നത്. ഇല്ലേ? ഇവിടെയാണ് പ്രോബ്ലം. നിങ്ങൾ പരാജയപ്പെടുന്നത് ഇവിടെയാണ്. കണ്ടവനൊക്കെ പിടിച്ച് കടുത്ത് തള്ളി കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ അടുത്ത് ഒടിഞ്ഞു മടങ്ങി വരേണ്ടത്. ദിസ് ഇസ് റോങ്. അമ്മ അങ്ങനെയല്ല. അവിടെയാണ് വിഷയം. അമ്മ അങ്ങനെ ഇതാണ്. അതായത് അമ്മയുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു കാര്യങ്ങളെ സമീപിക്കുന്ന രീതി കണ്ട ഇമ്മീഡിയറ്റ് റഷാണ്. ബൈബിള് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ വിശുദ്ധ ലൂക്കാസ് വിശേഷം 11:5 വായിച്ചേ. വിശുദ്ധ ലൂക്കാസ് വിശേഷം 11:5. ശ്രുതികടെ ഹല്ലേലൂയ. അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അവൻ അവരോട് പറഞ്ഞു. ഈശോ ഒരു കഥ പറയണതാണ്. നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. ലൂക്കാ 11:5. അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു എന്താ പറയണേ? സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ദാറ്റ് ഈസ് സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. അവിടെ എന്താ സംഭവം? വായ്പൻ. ഈ കനായിലെ കല്യാണത്തിൽ വിഞ്ഞു തീർന്നു പോകുമ്പോഴേ വായ്പ എടുക്കാനുള്ള പൊസിഷനുണ്ട് അവിടെ. കാര്യം യഹൂദൻ ചെയ്യണ പരിപാടിയാണത്. പറഞ്ഞ മനസ്സിലായില്ലേ? പക്ഷേ അമ്മയുടെ തലയിൽ ഉടനെ ഈ ലോൺ കയറത്തില്ല. ഉടനെ ലോൺ എടുക്കണമെന്ന് സംഭവം കയറത്തില്ല. അത് ക്രിസ്തുവിൻ്റെ സ്ഥാനമാണെന്ന് അമ്മയ്ക്കറിയാം. ഇതിവിടെയാണ് പ്രോബ്ലം വരുന്നത്. നമ്മൾ തമ്മിൽ അമ്മയും തമ്മിലുള്ള പ്രോബ്ലം വരുന്നത് ഇവിടെ വെച്ചാണ്. അമ്മയ്ക്ക് പെട്ടെന്ന് അതെന്താണ്? ഈ 11:5 എന്താ സംഭവിക്കണത്? ഒരു എമർജൻസിയാണ് വരണത്. ഒരുത്തൻ്റെ വീട്ടിൽ രാത്രി വേറൊരു ഗസ്റ്റ് വരികയെ. വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷമാണ്. അവർ ഉറങ്ങിക്കഴിഞ്ഞാണ് ആ ഗസ്റ്റ് വരുന്നത്. കർത്താവ് ആ കഥ കൊണ്ടുവന്ന് ബ്രിമ്മിലിങ്ങനെ എഡ്ജിൽ നിർത്തിയിരിക്കുകയാണ്. കാര്യം വേറെ ഒരു പണിയും നടക്കാത്ത ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് നിൽക്കണത്.
വേറെ ഒരു പണിയും വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇരുട്ടത്ത് കൊണ്ടുവന്ന് ആ വിഷയം നിർത്തുകയാണ്. ഇരുട്ടത്ത് നടക്കേണ്ട ഒരു കഥയാണത്, അല്ലേ? ഒരു അർദ്ധരാത്രിയാണ് നടക്കുന്നത്. അർദ്ധരാത്രി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില സമയത്ത് നമ്മൾ ഇരുട്ടിലായി പോകും. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ് ഇരുട്ടെന്ന് പറയുന്നത്. എന്നിട്ട് ഇരുട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണ്. അപ്പോൾ ഒരു ഇരുട്ടിൽ ആകപ്പാട് ചുറ്റും ഇരുട്ട്. അപ്പോൾ ഒരു വിഷയം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും, നമുക്കൊരു അത്യാവശ്യം ഡെവലപ്പ് ചെയ്ത് വരും. ഇപ്പം നിൻ്റെ അപ്പം തന്നെ രാത്രി നെഞ്ചുവേദന എന്ന് പറയണത് രാത്രി 2 മണിക്ക് ആയിരിക്കും. നമ്മളിതിരിട്ടായി നമ്മളെന്താ ചെയ്യണത്? ഉടനെ തടകി കൊടുക്കും ആദ്യം. അപ്പോഴും ഭാര്യ വിശ്വാസപ്രമാണം ചെല്ലത്തില്ല, തടകാനേ അറിയാൻ പറ്റത്തുള്ളൂ. ഫിസിക്കൽ ഇതവിടെ പ്രോബ്ലം. ഇതിനെ കഴിഞ്ഞാൽ ഒരു വിഷയം ഇതിൻ്റെ ഒരു പ്രയോറിറ്റിയുടെ പ്രശ്നമുണ്ട്. ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ആക്ഷൻ തന്നെ ദൈവികമായിരിക്കണം. നമ്മൾ മാതാവിലേക്ക് വളർന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട. ഇപ്പം നിങ്ങളുടെ ഭർത്താവ് 2 മണിക്ക് എഴുന്നേറ്റ് പറയും, ഇടി എനിക്ക് നെഞ്ചുവേദന എടുക്കണമല്ലോ അടിയായിരുന്നു. അപ്പോൾ ഉടനെ നിങ്ങളെന്താ പറയണത്? ഗ്യാസ് ആയിരിക്കും. നിങ്ങൾക്കറിയാൻ കുഴപ്പമാണെന്നറിയാം. എന്നാലും നിങ്ങൾ ചുമ്മാ ആശ്വസിപ്പിക്കാൻ പറയും ഗ്യാസ്. മനുഷ്യൻ്റെ പൊളി വർത്താനം ആദ്യം പറയും, ദൈവവചനമല്ല പറയണത്. എന്താ പറയണത്? ഗ്യാസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നെഞ്ചിട്ട് ചവിട്ടി തീരുമാനം തുടങ്ങും. എന്നിട്ട് ആരോടും പറയും ഓട്ടോ വിളിക്കാൻ പറയും, അല്ലേ? ആ ഒരു പൊസിഷൻ, ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. കാര്യം വെച്ചാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഗ്യാപ്പില്ലല്ലോ. അതായത് നമ്മളുടെ ഓരോ പ്രോബ്ലംസിന് മാനുഷികമായി പരിഹരിക്കാനുള്ള ഒരു ഉത്തേജനമാണ് നമുക്ക് പ്രൈമറി ആയിട്ട് ഒരു ഫിസിക്കൽ മനുഷ്യന് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഒരു വിഷയം വന്നാൽ അതിന് മാനുഷികമായി പരിഹരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് നമുക്കുള്ളത്. ജഡിക മനുഷ്യൻ്റെ ഒരു അവസ്ഥ അതാണ്. ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അമ്മയ്ക്ക് വേണമെങ്കിൽ ഈ വിഷയം വേറെ നിങ്ങളൊരു വചനം വായിച്ചാൽ, അതായത് ഈ മത്തായിയുടെ സുവിശേഷം 25:9-10. വിവേകമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അതായത് അവിടെ എന്താണ്? ബുദ്ധിയുള്ള കന്യകമാരും വിവേകമുള്ള കന്യകമാരും വിവേകമില്ലാത്ത കന്യകമാരുമാണ്. ഇവിടെ എന്താണ്? ഇത് വീഞ്ഞ് തീർന്നു പോയ വിഷയം പോലെ ഒരു വിഷയമാണിത്. എന്താണ്? എണ്ണ തീർന്നു പോകും. മനസ്സിലായില്ലേ? ഇവിടെ എണ്ണ തീർന്നു പോവുകയാണ്. എണ്ണ തീർന്നു പോകുമ്പോൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഷൂട്ടപ്പ് ചെയ്യണ ആ രീതി എന്താ? വ്യാപാരികളുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളാൻ പറയും. അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയുടെ തലയിൽ ഈ സാധനം വരത്തില്ല. കാര്യം ഇവർ ഫുൾ ഓഫ് ഗ്രേസ് ആയത് കാരണം ഇങ്ങനെയുള്ള മുടന്തം പരിപാടിയൊന്നും വരത്തില്ല പെട്ടെന്ന്. ഇവിടെയാണ് വിഷയം. ഉടമ്പടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അമ്മയുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ അറിയാതെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം പ്രൈമറി ഇപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫർ വന്നെന്ന് വിചാരിച്ചോ, ട്രാൻസ്ഫർ വരുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഇത് വിദ്യാഭ്യാസ വകുപ്പല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഏരിയ സെക്രട്ടറിനെ പോയി കാണാമെന്നായിരിക്കും നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. അയാൾക്ക് വല്ല കൈ മണക്കം കൊടുത്തിട്ട് ട്രിവാൻഡ്രത്ത് എവിടെ ഇത് കൈകാര്യം ചെയ്യണം, ആ ഓഫീസിൽ പോയിട്ട് ഒരു 50,000 പിടിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും സാധനം ഊരാ, എന്നിട്ടാണ് നിങ്ങൾ വന്ന് ഉടമ്പടി ചെയ്യണമെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? പ്രൈമറി നിങ്ങൾ വെച്ചിരിക്കുന്നത് ദൈവത്തിനല്ല, പിന്നെ എന്താണ്? പാർട്ടിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പാർട്ടി എന്ന് പറയുകയല്ല, എല്ലാ പാർട്ടികൾക്കും ഇതുപോലെയുള്ള സംവിധാനമുണ്ട്. ഫ്രീ ആയിട്ട് ചെയ്യുന്നവരുണ്ട്, പാർട്ടിക്ക് നിങ്ങൾ ഫണ്ട് വാങ്ങി ചെയ്യുന്നവരുണ്ട്. CPM മാത്രമല്ല, BJP ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം ഇതിൻ്റെ അകത്തൊക്കെ ഒരു നടപടിക്രമങ്ങളുണ്ട്. പാർട്ടി ബേസ് ആണെങ്കിൽ നടപടിക്രമങ്ങളുണ്ട്. ഞാൻ പാർട്ടി ബേസ് എന്നാണ് പറഞ്ഞത്. ആ വിഷയം സെറ്റ് ചെയ്യുന്ന രീതികളാണ്. പക്ഷേ നിങ്ങളുടെ വിഷയത്തിൽ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും ട്രാൻസ്ഫർ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, അവനുമായിട്ട് സംസാരിക്കാം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? മാനുഷികമായിട്ട് ഈ വിഷയം സെറ്റ് ചെയ്യാനാണ് ആദ്യമേ നമ്മുടെ തലയിൽ വരണത്. ആദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടിത് നിങ്ങൾ ആദ്യം ദൈവത്തിനല്ലല്ലോ ആശ്രയിച്ചത്. അവിടെയാണ് പ്രശ്നം. ആദ്യം നിങ്ങൾ ദൈവത്തിനല്ലല്ലോ ആശ്രയിച്ചത്. ഇപ്പോൾ അവരെന്താ പറയണത്? എണ്ണ തീർന്നു പോയി. എണ്ണ തീർന്നു പോയപ്പോൾ 25:9 മത്തായി സുവിശേഷം എന്താ പറയണത്? വ്യാപാരികൾ അടുത്ത് പോയി വാങ്ങിക്കൊള്ളാൻ. അത് നടക്കണ കാര്യമാണോ? ഈ രാത്രി 2 മണിക്ക് ഏത് വ്യാപാരി തുറക്കാനാണ്? ഒരു വ്യാപാരിയുടെ അവസ്ഥയല്ലേ പറഞ്ഞത്? ഞാനും കുഞ്ഞുങ്ങൾ കിടപ്പിലാണെന്നല്ലേ മറ്റേ വ്യാപാരി പറഞ്ഞത്. അപ്പം തീർന്നു അപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പത്തിൻ്റെ കടയിൽ പോയില്ലേ അയാളെ? നമ്മൾ ആദ്യം വായിച്ചില്ലേ 11:5 ലൂക്കാൻ്റെ സുവിശേഷം. അത് വ്യാപാരിയാണ്. ആ വ്യാപാരി എന്നെ സംബന്ധിച്ചാൽ അയാളെ രാത്രി ഉറക്കം തന്നെയല്ല, അയാളുടെ കുഞ്ഞുങ്ങളൊക്കെ അയാളുടെ പെട്ടിലേക്ക് ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. അയാളെങ്ങനെ പൊങ്ങി വന്നാൽ പിള്ളേരും കൂടെ പൊങ്ങും, പിള്ളേരിൽ നിന്ന് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ ഇത് നടക്കത്തില്ല. അയാൾ പറഞ്ഞ് നടക്കത്തില്ല. അപ്പം ഇല്ലപ്പോൾ പട്ടിണി കിടക്കാൻ പറഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റാൽ പിന്നെ അതുങ്ങൾ ഉറങ്ങുമ്പോൾ പിന്നെ ഒരു കാലമാകും, അതുകൊണ്ട് നടക്കത്തില്ലെന്നാണല്ലോ പറയണത്. ഇപ്പോൾ രാത്രി വിളിയും കാര്യങ്ങളൊക്കെ നടക്കത്തില്ല. ഇപ്പോഴും എന്താ പറയണത്? നിങ്ങൾ വ്യാപാരികളുടെ അടുത്തേക്ക് പോയി വാങ്ങാൻ. അതിൻ്റെ രാത്രിയാണ്. മാനുഷികമായ തീരുമാനങ്ങളിലൂടെ
നിങ്ങളുടെ വിഷയം നിങ്ങൾ പരിഹരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ആത്മാവ് അപ്പോഴ് രാത്രിയിലായിരിക്കും, പകലായിരിക്കത്തില്ല. മറിയത്തിൻ്റെ ആത്മാവ് എപ്പോഴും പകൽ ആയിരിക്കും. എന്താ കാര്യം? ആദ്യത്തെ ഈ ഇടി തന്നെ, റഷ് തന്നെ യേശുവിൻ്റെ അടുത്തേക്കാണ്, വ്യാപാരികളുടെ അടുത്തേക്കല്ല. വിഞ്ഞ് തീർന്നു പോകുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക്. പക്ഷേ അവിടെയാണ് മറിയം വിജയിക്കുന്നത്. കാര്യം ഇതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് വായ്പ വാങ്ങിച്ച് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് വിലക്ക് വാങ്ങിച്ച് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. ഈ രണ്ട് പ്രശ്നവും ബൈബിളിൽ പുതിയ നിയമത്തിൽ പരിഹരിക്കുന്നുണ്ട്. പക്ഷേ ആ മെത്തേഡുകളൊന്നും എടുക്കാതെ ഇമ്മീഡിയറ്റായിട്ട് അമ്മ യേശുവിൻ്റെ അടുത്ത് വന്നത് അവരമ്മയായതുകൊണ്ടും മറിയത്തിൻ യേശുവിൻ്റെ അമ്മയായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവർ ഫുൾ ഓഫ് ഗ്രേസ് ആയതുകൊണ്ടാണ്. ദിസ് ഈസ് മൈ പോയിൻറ്റ്. അതാണ് നിങ്ങൾ കൃപയിൽ നിലനിൽക്കണമെന്ന് പറഞ്ഞാൽ, കൃപയിൽ അപ്പോൾ നിങ്ങൾ ഓർക്കും, കൃപയിൽ നിലനിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല. ഇപ്പോൾ അമ്മയോട് എന്താ പറഞ്ഞത്? 1:28 എന്താ പറഞ്ഞത്? ലൂക്കാൻ്റെ സുവിശേഷം, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, ദ ലോർഡ് ഈസ് വിത്ത് യു. നിൻ്റെ കൂടെ പ്രസൻസ് എന്നാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ പ്രസൻസ്. ഈ ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അമ്മയെപ്പോലെ പ്രസാദകരമായ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് റെഫറൻസ് ദൈവം വരും. അപ്പം നിങ്ങൾ ചോദിക്കും, പ്രസൻസ്, ദൈവത്തിൻ്റെ പ്രസൻസ്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണം എന്താ? ഉടമ്പടിയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളല്ല, മറിച്ച് എന്താണ്? ദൈവത്തിൻ്റെ പ്രസൻസ്. അതാണ് സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത്. സഞ്ചാരി മാതാവ് എന്ന് പറയത്തില്ല ആൾക്കാർ, അതാണ് കാര്യം. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. അവർക്ക് അവരുടെ കൂട്ടുകാരത്തി എപ്പോഴും പറയുന്നുണ്ട്, നിൻ്റെ വിഷയങ്ങളൊക്കെ തീരാൻ വേണ്ടി നീ ഉടമ്പടി എടുക്കുകയെന്ന് പറയും. കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ ഈ കൂട്ടുകാരത്തി പറയണത് അതെന്നാ അവർ കേട്ടിട്ടില്ല. കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, ഓ അതെന്താ, നമ്മൾ മാതാവിനോടല്ലേ പ്രാർത്ഥിക്കണത്, പിന്നെ എന്തിനാ അങ്ങനെ പറയണമെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കതിൻ്റെ വലിയ വിശ്വാസമില്ലെന്ന് ഇവർ പറയും. എനിക്കതിനകത്ത് വിശ്വാസമില്ല. പലരുടെയും പ്രശ്നം അതാണ്. ഈ വിശ്വാസമില്ലെന്ന് പറഞ്ഞ സമയത്ത് ഇവർ രാത്രി ഒരു സ്വപ്നം കാണും. സ്വപ്നത്തിൽ ഈ സിൽവർ ഗ്രേയിൽ മാതാവ് ഇവർക്ക് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഇവരോട് പ്രെയർ ചെയ്യാൻ പറയും. അപ്പോൾ ഇവൾക്ക് ഭയങ്കര, ഞാൻ മാതാവിനെ രാത്രി സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ പറയണേ, ഞാൻ ആരോട് പറയാനാണ്, എനിക്ക് ഭയങ്കര ചമ്മലാണ് ഇതൊക്കെ പറയാനെന്ന്. കാരണം ഇവരിങ്ങനെ ആത്മീയതയ്ക്ക് ആ പ്രാധാന്യമില്ല അധികം കൊടുക്കാതെ ഇങ്ങനെ ലൗകായികവും ബുദ്ധിപരവും യുക്തിപരമൊക്കെ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സമീപിക്കുന്ന ഒരു രീതിയായത് കാരണം, അത് ആൾക്കാർക്ക് അറിയാവുന്ന കാരണം അങ്ങനെയുള്ള ഇവരുടെ കൂട്ടുകാരോട് മാതാവിനെ കണ്ടു, സ്വപ്നം കണ്ടു എന്നൊക്കെ പറയാൻ ഇവർക്ക് ചമ്മല. അപ്പോൾ ഉടനെ കൂട്ടുകാരത്തോട് പറഞ്ഞു, എടി ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു. അപ്പോൾ ഉടനെ പറഞ്ഞ്, നീ ഒന്ന് ചിന്തിച്ചേ, എൻ്റെ ഉടമ്പടി തീരാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ. അപ്പോൾ രണ്ടുപേരും 2 കോണ്ടിനെൻ്റിലാണ് താമസിക്കുന്നത്, 2 രാജ്യങ്ങളിലാണ്. അപ്പോൾ അവരെന്താ പറയുന്നത്, എൻ്റെ ഉടമ്പടി തീരാൻ പോവുകയാണ്. എൻ്റെ ഉടമ്പടിയിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് കൃപാസനം മാതാവിൽ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മനസ്സിലായില്ലേ? നിനക്ക് കൃപാസനം മാതാവിൽ വിശ്വാസം ഉണ്ട്. എന്താ പ്രശ്നം? കൃപാസനം മാതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ, കൃപാസനത്തിൽ സിൽവർ ഗ്രേയിൽ സമയഘടികാരം നെഞ്ചിൽ ചേർത്ത് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2:30 മണിക്ക് പ്രത്യക്ഷപ്പെട്ട മാതാവാണ് കൃപാസന മാതാവ് എന്ന് പറയുന്നത്. ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഒരു പ്രാർത്ഥനാ പദ്ധതി ഉണ്ടാകണമെന്ന് 2015 മാതാവ് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോഴാണ് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന കിട്ടിയത്. ആ ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണ് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടാകണ എല്ലാം പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടാണ്. അതുകൊണ്ട് ആൾക്കാർ പ്രാർത്ഥിക്കണത്, പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളം, എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. പക്ഷേ അത് പ്രാർത്ഥിച്ച് തുടങ്ങിയതൊന്നും ക്രിസ്ത്യൻസ് അല്ല, ഹിന്ദുസാണ് പ്രാർത്ഥിച്ച് തുടങ്ങിയത്. അമ്മ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ഇപ്പോൾ എല്ലാവരും അത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സാക്ഷ്യം പറഞ്ഞ പെരുമ്പാവൂരിലെ ഒരു ചേച്ചിയാണ്, ശ്രീകല ചേച്ചിയാണ് ആ സാക്ഷ്യം പറഞ്ഞത്. അത് മർമ്മമാണത് പ്രാർത്ഥനയുടെ. ആ മർമ്മത്തെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം വിവരം അറിയും. കാര്യം അവരിത് കറകളഞ്ഞ് അങ്ങ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പോയപ്പോൾ അമ്മ പറഞ്ഞതാണിത്, എടി ഉടമ്പടിയല്ല പ്രശ്നം, പ്രത്യക്ഷീകരണമാണ്. ഉടമ്പടി ഒരു മാർഗമാണ്, ലക്ഷ്യം പ്രത്യക്ഷീകരണമാണ്. പ്രത്യക്ഷീകരണം അത് ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോടുകൂടി അവളുടെ കാര്യങ്ങളെല്ലാം പെട്ടപ്പെടാന്ന് മാറാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരും അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇതെന്ന് പറയുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായി ഇവരിത് പ്രാർത്ഥിച്ചപ്പോൾ അത് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ്.
അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് വിചാരിക്കും ഇതൊക്കെ ചുമ്മാ പണ്ടൊക്കെ ഓരോ പുരാണ പുസ്തകങ്ങളിലൊക്കെ അതുപോലെ ബൈബിളിലൊക്കെ ഉള്ള സ്വപ്നത്തിലൊക്കെ ഇന്ന് ദൈവം സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം സ്വപ്നം ഇതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ ഒരു സംഭവമുണ്ട്. അവരിവിടെ വന്നിട്ടില്ല, അപ്പോൾ അവർക്ക് ജോലിയില്ല, അവർക്ക് വയസ്സ് 52 അപ്പോഴവർ സ്വപ്നത്തിൽ ഒരു മുറി, എന്നിട്ട് ആ മുറി ഞാൻ മാത്രമേ നിൽക്കുന്നുള്ളൂ. മുറിയിൽ നിറച്ച ആൾക്കാരെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ബാക്ക് ഡോർ തുറന്ന് കിടക്കുകയാണ്, ഫ്രണ്ട് ഡോറിലും തുറന്ന് കിടക്കുകയാണ് ഈ മുറിയിലും. അത് ഞാൻ നിൽക്കൊണ്ട് ഞാൻ ആൾക്കാരെ കണ്ട് സംസാരിച്ചൊക്കെ എടുക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചൊക്കെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കയറി വരാൻ പറ്റുന്നില്ല. ഇവർ എൻ്റെ ഈ ബാക്ക് ഡോറിൽ കൂടെ കടന്നു വെച്ചിട്ടും ഞാൻ അറിയാതെ എൻ്റെ ലോക്കയിൽ ഇങ്ങനെ പിടിക്കും. അച്ഛൻ പറഞ്ഞ് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് പറയും. അപ്പോൾ ഉടനെ ഞാൻ തിരിഞ്ഞ് ഇവരോട് പറയും നിൻ്റെ കാര്യത്തിൽ മാതാവ് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, പോയിക്കൊള്ളാൻ പറയും. അതാണ് സ്വപ്നം. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സംഭവിക്കുന്നത് ഇവർ ഇത്രയും നാൾ പ്രതീക്ഷിച്ച ഒരു ജോലിക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ഇവരുടെ വിസ ഓക്കെയാണ്, UK വിസ ഓക്കെയാണ്. ഇവർക്ക് 52 വയസ്സുണ്ട്. പക്ഷേ ഇവർക്ക് IELTS തന്നെ പഠിക്കാൻ വലിയ പാടാണ്, നമുക്കറിയാമല്ലോ. എങ്കിലും ഇവർ ആൾ കയറിപ്പോയി. ഇപ്പോൾ പെട്ടെന്നാണ് സംഭവം. എത്രയോ 52 വയസ്സുള്ള ചേച്ചിക്ക് ആദ്യമായിട്ട് അവർ പോകുക ഇംഗ്ലണ്ടിലേ. അതിനുവേണ്ടി ഭയങ്കരമായ തടസ്സങ്ങളാണ്. ഏജ് ഓവറായത് കാരണം. പിന്നെ സീനിയർ സിറ്റിസൻസിന് ഇവരെ ഒരു എന്താ നമ്മൾ BSc നേഴ്സിംഗ് അല്ലാത്ത പഠനമാണ്, നേഴ്സോ അതുപോലെ താഴെ എന്തോ പഠനമാണ്. പക്ഷേ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ജോലി സീനിയർ സിറ്റിസൻസിനാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആരോഗ്യം വേണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഏജ് കുറഞ്ഞിരിക്കണം, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടെങ്കിലും ഈ വിഷയങ്ങൾ അതുകൊണ്ട് ഇവർ എല്ലാ ഇൻ്റർവ്യൂവിനും പരാജയപ്പെട്ടു, പോകാൻ പറ്റാതെ ആ ഫയൽ ക്ലോസ് ചെയ്യാൻ പോയപ്പോഴാണ് ഇവർ പറയണത് അമ്മേ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായില്ലേ എന്ന് പറഞ്ഞ് ഇവർ ഉടമ്പടി ചെയ്യുമ്പോഴാണ് ഈ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇന്ന് സ്വപ്നത്തിനൊരു പഞ്ഞമില്ല ശരിക്കും. എന്താ കാര്യം, എന്തുകൊണ്ടാണ് സ്വപ്നത്തിന് പഞ്ഞമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വപ്നം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. ദർശനങ്ങളുണ്ടാവും, ചിലപ്പോൾ സ്വപ്നങ്ങളുണ്ടാവും. ഇത് ശ്രദ്ധിക്കണം. ദൈവത്തിന് പറയാനുള്ള കാര്യമായിരിക്കും അത്. കാരണം നിങ്ങളുടെ പിതാക്കന്മാർ ഇപ്പോൾ ജോയേൽ അപ്പം ജോയേൽ ഈ സഭ തന്നെ അഭിഷേകം പ്രാപിച്ച് രക്ഷാ സങ്കേതത്തിലേക്ക് കടക്കുന്ന മുമ്പ് പത്രോസ് തൻ്റെ പ്രസംഗത്തിന് വേണ്ടി പറയുന്നത് എന്താണ്? ജോയേലിൻ്റെ പ്രവചനങ്ങളാണ്. പ്രവചനങ്ങളിലെല്ലാം വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനം എന്താണ്? നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നം കാണുന്നതാണ്. ജോയേൽ 2:28 നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പോൾ 2 തരത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കും. സ്വപ്നത്തിലൂടെ സംസാരിക്കും, പിന്നെന്താണ്? ദർശനങ്ങളിലൂടെ സംസാരിക്കും. ദർശനം എന്നൊക്കെ പറയണത് നമ്മൾ സിനിമ കാണുന്ന പോലെ കാണും. ദർശനം കാണുന്നത് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമ്മളൊന്നും അറിയത്തില്ല, നമ്മൾ കണ്ടോണ്ടേ ഇരിക്കും ഈ സംഭവം. കഴിഞ്ഞ ആ സാക്ഷ്യം എന്താ, എപ്പോഴും ഞാൻ പറയുന്ന ഒരു സാക്ഷ്യമാണ്. അതായത് CRZ ബ്ലോക്കുള്ള ചേച്ചിയാണ്. CRZ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റൽ റെഗുലേഷൻ ആക്ട്. അവർക്ക് വീട് വെക്കാൻ അവിടെ പുഴയോരത്താണ് താമസിക്കുന്നത്. അത് ഉറഞ്ഞു പോയി, ഇനി അവിടെ വീട് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് വേറെ സ്ഥലമില്ല. അവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി, അവരുടെ അടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വീട് വെക്കുമ്പോൾ 1 മീറ്റർ 2 മീറ്റർ പുഴയോരത്തേക്ക് 20 മീറ്റർ വേണ്ടേ? 20 മീറ്റർ കഴിഞ്ഞല്ലേ വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അത് കയറി നിൽക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി 7 മാസമായിട്ട് കൊടുക്കത്തില്ല. പഞ്ചായത്ത് സെക്രട്ടറി 7 മാസമായിട്ട് കൊടുക്കത്തില്ല. കാര്യം എന്താണ്? CRZ ലംഘിച്ച് നിൽക്കുകയാണ്. കൊടുത്ത് ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്താൽ അയാളുടെ ജോലി തെറിക്കും. അതുകൊണ്ട് അയാൾ ചെയ്യത്തില്ല. ആ കിട്ടത്തില്ലെന്ന് ഉറപ്പായി കഴിയുമ്പോൾ, വീടിന് നമ്പർ കിട്ടാത്തില്ലെന്ന് ഉറപ്പായി കഴിയുമ്പോൾ ഈ വലിയമ്മ വന്ന് സാക്ഷ്യം ചെയ്യും. വലിയമ്മ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഒരു ധാരണ വരും. എന്താ കാര്യം? ഇപ്പം നിങ്ങളല്ലേ, ഇപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിൽ തോന്നും ഈ ഉടമ്പടി തിരികൾ, പച്ച നീരൻ തിരികൾ കൊണ്ടുപോയി പുതിയ വീട്ടിൽ ഈ നിയമം ലംഘിച്ച് വെച്ചിരിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ച് വെക്കാൻ. ഉടനെ ചേർത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ട് കത്തിച്ച് വെച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ അവർക്കുടനെ പച്ചപ്പൂക്കൾ അടർന്നു വീഴും. ദർശനമാണത്. പച്ചപ്പൂക്കൾ അടർന്നു വീഴും. അതവർക്ക് കാണാം, പച്ചപ്പൂക്കൾ അടർന്നു വീഴുന്നത്. അത് സ്വപ്നമല്ല, ദർശനമാണ്. ഇവർ പിറ്റേ ദിവസം വന്ന് നേരെ പഞ്ചായത്തിൽ പോയിട്ട് പറയും, സാറേ എന്ന് വിളിക്കണമെമ്പോൾ തന്നെ സെക്രട്ടറി പറയും, ചേർത്ത് ഇതേ നിങ്ങളുടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് പോയിക്കാൻ പറയും. ഇത്രയും സ്പീഡാണിത്. ആ സാക്ഷ്യം നിങ്ങൾ എപ്പോഴും ഉടമ്പടി നിൽക്കുമ്പോൾ 2 സാക്ഷ്യമെങ്കിലും ഒരു ദിവസം കേൾക്കണം. 2 സാക്ഷ്യമെങ്കിലും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ
ഈ നിയമപരമായിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു വിഷയമാണിത്. പക്ഷേ നിയമപരമായിട്ട് കിട്ടാത്തതാണെങ്കിലും ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ദൈവം നടത്തുന്ന ദൈവമാണെന്ന് അറിയാൻ വേണ്ടിയാണ് പച്ചപ്പൂക്കൾ. പ്രതീകമാണ്. എന്താണ്? പച്ചപ്പൂക്കൾ ഇല്ലല്ലോ, പ്രകൃതിയിലില്ലല്ലോ. പ്രകൃതിയിൽ നീലപ്പൂക്കളും മഞ്ഞപ്പൂക്കളും ചുവപ്പ് പൂക്കളൊക്കെ അല്ലേ ഉള്ളൂ, വെള്ളപ്പൂക്കളേ ഉള്ളൂ. പച്ചപ്പൂക്കൾ കുറവായിരിക്കും, വളരെ 1% കാണത്തുള്ളൂ. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? നിയമപരമായിട്ട് സ്വാഭാവികമായിട്ട് ഈ സംഭവം നടക്കത്തില്ല. കാര്യം എന്താണ്? നിൻ്റെ നിയമം ലംഘിച്ച് എൻക്രോച്ച് ചെയ്ത് നിൽക്കുകയാണ്, ഗവൺമെൻറ് ഭൂമിയിലേക്ക് നിൽക്കുകയാണ്, അത് കിട്ടത്തില്ല. അതേസമയം സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് കിട്ടിയില്ലെങ്കിലും മെറിറ്റായിട്ട് കിട്ടത്തില്ല. പിന്നെന്താണ് കിട്ടുന്നത്? ഗ്രേസ് ആയിട്ട് കിട്ടും. മെറിറ്റായിട്ട് കിട്ടാത്ത കാര്യങ്ങൾ ഉടമ്പടി എപ്പോഴും നമ്മൾ എഫേസ്യൻസ് 2:8 എന്താ പറയണത്? നിങ്ങളുടെ യോഗ്യതയാലല്ല, പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഇപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് 2 പവറിലാണ്. ഒന്നെന്താണ്? ബൈ മെറിറ്റ്. രണ്ടാമത്തെ എന്താണ്? ബൈ ഗ്രേസ്. അപ്പം നമ്മൾ ഈ ഉടമ്പടി എവിടെയാണ് ടാർഗറ്റ് ചെയ്യണത്? മെറിറ്റിലല്ല, ഗ്രേസിലാണ്. ഗ്രേസിൽ അതായത് വരപ്രസാദത്തിലാണ് നിങ്ങളത്. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു കാര്യം നടന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മെറിറ്റിൽ നടക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. നടക്കത്തേ ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു വിഷയം നടന്നില്ലെങ്കിലേ, ശ്രദ്ധിച്ച അച്ഛൻ പറഞ്ഞ കേൾക്കണുണ്ടാ? അതായത് ഒരു വിഷയം നടന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം മെറിറ്റിൽ നടക്കത്തില്ലെന്നാണ്. നടക്കത്തേ ഇല്ലെന്നല്ല, ഗ്രേസിൽ നടക്കും. അതാണ് എഫേസ്യൻസ് 2:8. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റിലല്ലെങ്കിൽ നടക്കത്തില്ലെങ്കിലും ദൈവികമായി നടക്കും. അതെന്തുകൊണ്ടാണ്? ഗ്രേസ് കൊണ്ടാണ് നടക്കുന്നത്, കൃപ കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ അതുകൊണ്ട് കൃപയുണ്ടായാൽ നമുക്ക് 2-3 ഗുണങ്ങളാവുണ്ട്. ഒന്ന്, പ്രസൻസ് വരാൻ തുടങ്ങും. അതിലെ അമ്മയോട് പറയണത് 1 ലൂക്ക 1:28 എന്താ പറയണത്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ്. അതാണ് പ്രസൻസ് അവിടെ വരണത്. അതായത് പ്രസൻസ് ഓഫ് ഗോഡും ഗ്രേസ് ഓഫ് മൈൻഡും കോറിലേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റാണ്. എന്നുവെച്ചാൽ നമ്മുടെ പ്രസാദകരമായ അവസ്ഥ കൂടുന്നതനുസരിച്ച് കൊണ്ട് എന്ത് കൂടും? പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. യു ഗോട്ട് ദ പോയിന്റ്. പിടിയോ? നമ്മുടെ പ്രസാദകരമായ അവസ്ഥ കൂടുന്നതനുസരിച്ച് കൊണ്ട്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛാ അങ്ങനെയാണെങ്കിൽ ഇപ്പം അമ്മയോട് എന്താ പറഞ്ഞത്? കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ അത് വാഗ്ദാനമാണ്. എന്താ വാഗ്ദാനം എന്ന് പറയണത്? നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഉടമ്പടി വാഗ്ദാനമാണ്. പുറപ്പാട് 33:14 എന്താണ്? ഒന്ന് പറഞ്ഞ്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പം നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയണത് വാഗ്ദാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് അഷ്വർ ചെയ്തിരിക്കുന്നത് വാഗ്ദാനപ്രകാരമാണ്. അതുകൊണ്ടാണ് 1 തിമോത്തി 4:8 നമ്മൾ വായിച്ചത്, ആധ്യാത്മികത എല്ലാത്തിനേക്കാൾ വ്യത്യസ്തവും ഉയർന്നതുമാണ്. അത് ഈ ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും വരാൻ ഇരിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും ഉൾക്കൊള്ളുന്നു. അപ്പം നമ്മൾ നിലനിർത്താനും വളരാനും അതിജീവിക്കാനും ദൈവം നമുക്ക് നൽകുന്നതാണ് വാഗ്ദാനം. ഭൗതിക വാഗ്ദാനമുണ്ട്, ആധ്യാത്മിക വാഗ്ദാനമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു വാഗ്ദാനമാണ് ദർശനം. ആ ചെടുത്ത് കണ്ടത് എന്താണ്? ദർശനമാണ്, പച്ചപ്പൂക്കളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നടക്കത്തില്ല, പക്ഷേ ഞാനിത് നടത്തും. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. കൃപ കൊണ്ട് നടത്തും. പക്ഷേ കൃപയെ ആർജിക്കാതെ എന്താ മാർഗം? അത് വളരെ സിമ്പിളാണ്. കൃപ ആർജിക്കുമ്പോഴാണ് കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇപ്പം കൃപ നിറയുമ്പോഴാണ് പ്രസൻസ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണത്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായാൽ കൃപ നിറയണം. കൃപ നിറയാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് ഉടമ്പടിയുടെ ഒരു എക്സസൈസിൻ്റെ ഭാഗമാണ്. പ്രഭാഷണം വായിച്ച് പ്രഭാഷകൻ 7:35 വായിച്ചോളൂ. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്, അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. പ്രഭാഷകൻ 7:35 ഏറ്റു പറഞ്ഞ, രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്, അത്തരം പ്രവൃത്തികൾ നിന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രിയങ്കരനാക്കും. അതെന്ത് സംഭവം അറിയാവോ? ഇതുപോലെ കുറേ എക്സർസൈസുകൾ ഉടമ്പടിയിലുണ്ട് അല്ലേ? രോഗികളെ സന്ദർശിക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക അല്ലേ?
കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. ഇതെല്ലാത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിന് പ്രിയങ്കരനാക്കണം അല്ലെങ്കിൽ പ്രിയങ്കരിയാക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിതുപോലെ പ്രസാദം പ്രിയങ്കരിയാക്കിയെന്ന പ്രസാദം നിറഞ്ഞ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇതുപോലെയുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? ഇത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ഉടമ്പടിയിൽ 80% ചെയ്യണേ, ചൊല്ലുകയല്ല. അപ്പം നിങ്ങൾ വിചാരിക്കരുത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന 100 പ്രാവശ്യം ചൊല്ലി 500 പ്രാവശ്യം ചൊല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെടുത്തിമാരിവിടെ വരും. അവരെ കൂടെ സാക്ഷ്യം പ്രേരിപ്പിക്കത്തില്ല. എന്താ കാര്യം? ഉടമ്പടി അട്ടിമറിക്കാൻ പിശാച് ഉപയോഗിക്കുന്നതാണ് അവരെ. ജനവിരുദ്ധൻ്റെ കൈയടിക്കുക അതൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ ഉടമ്പടി എന്ന് പറയുന്ന ദൈവിക പദ്ധതിയെ അവർ പിശാച് അവരിലൂടെ അട്ടിമറിക്കും. എന്താ? ഇത് ചൊല്ലണ പ്രാർത്ഥന അല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. ഇങ്ങനെ എന്താ പ്രിയങ്കരനാക്കുമ്പോൾ നമ്മൾ ആരായി മാറും? ദാസനോ ദാസിയോ ആയി മാറും. നോട്ട് മിയർ ഫെയ്ത്ത്ഫുൾ, വിശ്വാസിയല്ല. വിശ്വാസികളിൽ നിന്ന് മുകളിലോട്ട് വരും, റാങ്ക് മാറും. നമ്മുടെ റാങ്ക് മാറ്റം ഉണ്ടാവണം ഇതിൻ്റെ അകത്ത്. അതാണ് 12:18 മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:18. എന്താ സംഭവിക്കുന്നത്? പ്രിയങ്കരനാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം പ്രിയങ്കരൻ രോഗിയെ സന്ദർശിക്കുമ്പോൾ നീ പ്രിയങ്കരനാകുമെന്ന് പറഞ്ഞില്ലേ? പക്ഷേ പ്രിയങ്കരനാകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയണം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 12:18. ശ്രദ്ധിക്കട്ടെ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഒന്ന് പറഞ്ഞ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച. അതായത് എനിക്ക് പ്രിയങ്കരനായ എൻ്റെ ദാസൻ. ഇനി എന്താ സംഭവിക്കണത്? ഇവന്റെ മേൽ അയച്ചോളൂ, എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. അതാണ് പ്രസൻസ്. ഈ പ്രസൻസ് ഉറപ്പുവരുത്തുന്നത് ഇങ്ങനെയാണ്. പിടികിട്ടിയോ? നമുക്ക് ഉടമ്പടിയിലെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണത്. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നീ എവിടെ ചെന്നാലും കിട്ടും. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം വരുന്നത് ഈ വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട്. അത് എംബസി വരും, കോടതി വരും, പോലീസ് സ്റ്റേഷനിൽ വരും, അതിർത്തി തർക്കം ഉണ്ടാകുന്ന സ്ഥലത്ത് അളക്കാൻ നേരത്ത് അമ്മ വരും. എവിടെയാണ് നിനക്ക് വരേണ്ടത് അവിടെ എല്ലാം വന്നിരിക്കും. എല്ലാം ICUവിൽ വരും, വെന്റിലേറ്ററിൽ വരും. ഈ കേൾക്കണ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഞെട്ടിപ്പോവും. കാര്യം ഒരിക്കലും ഞാൻ അച്ഛനായിട്ട് 36 കൊല്ലവും ശുശ്രൂഷ തുടങ്ങിയിട്ട് 38 കൊല്ലമായി. അച്ഛനായിട്ട് 36 കൊല്ലവും ശുശ്രൂഷ തുടങ്ങിയിട്ട് 38 കൊല്ലമായി. ഇതിനുള്ളിൽ 21 ലക്ഷത്തോ ആൾക്കാരെ കൗൺസിൽ ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയണം. പക്ഷേ എനിക്ക് എപ്പോഴും മനസ്സിലാകും. പക്ഷേ ഉടമ്പടിയിലേക്ക് അമ്മ വരുമ്പോൾ ഈ കഴിഞ്ഞകാല പ്രാർത്ഥനകളെല്ലാം ഒരു നിഴലായി പോകും. കാര്യം ഇതിൻ്റെ അകത്ത് അഷുറൻസ്, പ്രോമിസ്, വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിൻ്റെ കൂടെ വരിക എന്നുള്ളത്, സഞ്ചരിക്കുക എന്നുള്ളത്. ഇപ്പോഴെന്താ പറയണത്? അങ്ങനെ സഞ്ചരിക്കണത് ഒരു ഫിസിക്കലായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇക്വേഷൻസ്, ബിബ്ലിക്കൽ ഇക്വേഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ സാന്നിധ്യം സംലഭ്യമാക്കാൻ ബോധപൂർവ്വം ശ്രമിക്കാമെന്നാണ് പറയുന്നത്. ആ 3 പൂക്കളെ കാണിച്ചുകൊണ്ടുള്ള പ്രത്യക്ഷ മാതാവിന് സ്വപ്നവും അതുപോലെ തന്നെ അച്ഛനെ സ്വപ്നം കണ്ടെന്ന് പറയുന്നതും എല്ലാം നിൻ്റെ ഉടമ്പടിമേൽ ദൈവത്തിന് ഒരു പ്രസാദകരമായ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നിൻ്റെ സൽപ്രവൃത്തികളെ ദൈവം അംഗീകരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അതിലൂടെയാണല്ലോ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാന്നിധ്യം നമ്മൾക്ക് ഇപ്പം നിങ്ങൾ രോഗിയെ കാണാൻ പോകുമ്പോഴും അല്ലെങ്കിൽ വസ്ത്രമില്ലാത്തവർ വസ്ത്രം കൊണ്ട് കൊടുക്കുമ്പോഴും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോഴും അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ദൈവത്തിന് പ്രിയങ്കരമായി മാറുമ്പോൾ അതിൻ്റെ ഇഫക്റ്റായിട്ടാണ് ദൈവസാന്നിധ്യം നമുക്ക് ഉറപ്പ് വരുത്തുന്നത്. ഏതാ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ ദാസൻ 12:18 മത്തായി ശ്ലീഹായുടെ സുവിശേഷം. എൻ്റെ ആത്മാവ് പ്രസാദത്തിൻ്റെ പ്രിയപ്പെട്ടവൻ, അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. ഈ അയപ്പ് തന്നെയാണ് പുറപ്പാട് 33:14 വരുന്നത്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ, അതായത് ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയണത്. ഇത് തന്നെയാണ് നമ്മൾ ഈ ചേർത്ത് കണ്ടില്ലേ, പച്ചപ്പൂക്കൾ അവിടെ ആ വീട്ടിൽ കൊണ്ടുപോയി തിരികത്തിച്ച് വെക്കാൻ അവർക്ക് തോന്നിയില്ലേ? പച്ച നീലം തിരിയല്ലേ, ആ നമ്പർ കിട്ടാത്ത വീട്ടിൽ കൊണ്ടുപോയിട്ടേ, നമ്പർ കിട്ടാതെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പച്ച നീലം തിരികൾ ഒരുമിച്ച് കത്തിച്ച് വെക്കാൻ അവർക്ക് തോന്നിയില്ലേ? അത് തോന്നണമെന്ന് പറയുമ്പോൾ അത് സാന്നിധ്യം തന്നെയാണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, വായ്പ വാങ്ങിക്കണോ വിലക്ക് വാങ്ങിക്കണോ എന്ന് നീ ചിന്തിക്കുമ്പോൾ എപ്പോഴും മനുഷ്യന് ഓപ്ഷൻ വരുമല്ലോ. ഒരു സംഭവം തീർന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ട വചനം കണ്ടില്ലേ, അതായത് അവർ സ്തുതികട ഹല്ലേലൂയ സ്തുതികട. അതായത് ലൂക്ക 11:5
അപ്പം വായ്പ ചോദിക്കുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 25:9 എന്താ ചോദിക്കുന്നത്? അത് എണ്ണ വിലക്ക് വാങ്ങിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ വരുമ്പോൾ എന്താ പറയുക, നീ വലത്തോട്ടോ, അതായത് വായ്പ വാങ്ങിക്കണോ, പിന്നെ എന്താണ് ഇടത്തോട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ വിലക്ക് വാങ്ങിക്കണോ. അതായത് ഒരു തീരുമാനം എടുക്കാൻ കൺഫ്യൂഷൻ വരുമ്പോൾ ഈ പ്രസൻസാണ് നമ്മളെ സഹായിക്കുന്നത്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വായ്പ വാങ്ങിക്കണോ വിലക്ക് വാങ്ങിക്കണോ എന്ന് ചിന്തിക്കുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഐസയ 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, പറഞ്ഞോളൂ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ പിന്നിൽ നിന്നുള്ള സ്വരം കേൾക്കുന്നതാണ് പ്രസാദപരത്തിൻ്റെ അവസ്ഥ. മനസ്സിലായില്ലേ? അമ്മയോട് പറയും, അമ്മ പിന്നിൽ നിന്നുള്ള സ്വരമാണ് കേട്ടത്. വലത്തോട്ട് തിരിഞ്ഞില്ലല്ലോ, വായ്പ വാങ്ങിക്കാൻ പോയില്ലല്ലോ, ഇടത്തോട്ട് തിരിഞ്ഞില്ലല്ലോ, വിലക്ക് വാങ്ങിക്കാൻ പോയില്ലല്ലോ. നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. എന്താണ്? ഇത് രണ്ടുമല്ല വഴി, ഇതാണ് വഴി. അത് 30:21 ഇതിലേ പോവുക. ഈ പിന്നിൽ നിന്നുള്ള സ്വരമാണ് ആ ചേടുത്ത് കേട്ടത്. എന്താ കേട്ടത്? നീ 2 തിരിയും കൊണ്ടുപോയി നമ്പർ കിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കത്തിച്ച് വെക്കുക. എന്ത് ചെയ്യണമെന്ന് ഞാൻ അവിടെ വെച്ച് പറയാമെന്നാണ്. എല്ലാം അവിടെ വെച്ചാണ് പറയണത്. അവർ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന 2 തിരിയും തീരത്തിരിയും പച്ചത്തിരിയും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പച്ചപ്പൂക്കൾ അടർന്നു വീഴും, ദർശനങ്ങളുണ്ടായി. നിങ്ങൾ അത് ജോയൽ 2:28. അതായത് ദൈവം എക്കാലവും ദൈവം പ്രവർത്തിക്കാൻ പറ്റുന്നത് ഏറ്റവും സൂക്ഷ്മമായിട്ട് ദൈവം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് ഉടമ്പടി ഫോർമാറ്റിലാണ്. അവിടെ ദൈവം എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കും. എന്താ കാര്യം? ഉടമ്പടി വാഗ്ദാനങ്ങളുടെ പ്രാർത്ഥനയാണ്. നീ ഇപ്പം എന്താ ചെയ്യണത്? ഉടമ്പടി ചെയ്യണം, ദൈവവുമായിട്ട് കക്ഷി ചേർന്നിരിക്കുകയാണ്. അമ്മയുടെ വിജയം എന്താണ്? കാനായിലെ സംഭവത്തെ, വീഞ്ഞില്ലാത്ത സംഭവത്തെ, നാണക്കേട് വരുന്ന ഒരു വിഷയത്തെ, കുടുംബത്തിന് മാന്യത നഷ്ടപ്പെടുന്ന ഒരു വിഷയത്തെ അത് മാനുഷ്യമായി പരിഹരിക്കാതെ ഡയറക്റ്റ് ആ കുടുംബത്തെ ക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്യുന്നതിലാണ് ഒരു മരിയൻ വിക്ടറി എന്ന് പറയണത്. അമ്മ അവിടെ ഇല്ലാതിരുന്നെങ്കിലേ കാണാമായിരുന്ന കളി എന്നാണ് യോഹന്നാൻ പറയണത്. എന്താണ്? കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവും ശിഷ്യന്മാരും കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, പ്രോട്ടോക്കോൾ അതല്ലല്ലോ. എന്തുകൊണ്ടാണ് യോഹന്നാൻ പ്രോട്ടോക്കോൾ ലംഘിച്ചത്? അങ്ങനെയല്ലല്ലോ അത് പറയേണ്ടത്. അതെന്താ പറയേണ്ടത്? അവിടെ കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു, യേശുവും ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു, അമ്മ ക്ഷണിക്കപ്പെട്ടിരുന്നല്ലോ, അതിലെ പ്രോട്ടോക്കോൾ. എന്തുകൊണ്ടാണ് യോഹന്നാൻ പ്രോട്ടോക്കോൾ ലംഘിച്ചത്? ദൈവം അമ്മയുടെ കാര്യം വരുമ്പോൾ ദൈവം പ്രോട്ടോക്കോൾ ലംഘിച്ചതാണ്. എന്താ കാര്യം? ഈ വിഷയം മനുഷ്യൻ്റെ മാന്യതയ്ക്ക് ഭംഗം വരുന്നൊരു വിഷയം. ആ വിഷയം കൈകാര്യം ചെയ്യാൻ പരിശുദ്ധ അമ്മ യേശുവിനെ ആ വിഷയത്തെ കൂട്ടിച്ചേർക്കാൻ അമ്മ തന്നെ അവിടെ ഉണ്ടാകണമെന്ന് നിശ്ചയിക്കുന്നത് ദൈവനിശ്ചയമാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ.